കൊല്ലം ആശ്രമം മൈതാനിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ എ.കെ. ബാലൻ പതാക ഉയർത്തിയതോടെ CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക ക്ഷണിതാക്കളിൽ ഉൾപ്പെടെ 500-ലധികം പേരാണ് പ്രതിനിധികളായി സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. മറ്റു വിവരങ്ങൾ. മുതിർന്ന CPI നേതാവ് എ.കെ. ബാലൻ പതാക ഉയർത്തിയോട് തന്നെ സമ്മേളനത്തിന് 35ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 533 പ്രതിനിധികളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ 44 പേർ പ്രത്യേക ക്ഷണിതാക്കളാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകിച്ചും പ്രകാശ് കാരാട്ടാണ് അല്പസമയത്തിനകം CPI സംസ്ഥാന സമ്മേളനം 35ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം കൂടി ഈ സമ്മേളനത്തിന് ഉണ്ട് എന്നുള്ളതാണ്. 30 വർഷത്തിന് ശേഷമാണ് ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്തേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു 3 ദശാബ്ദത്തിന് ശേഷം ഈ CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്തെത്തുമ്പോഴേക്കും 2ാം വട്ടവും LDF സർക്കാർ ഭരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത. അതിനപ്പുറത്തേക്ക് 3ാം വട്ടവും കേരളത്തിന്റെ തുടർഭരണം എന്ന ലക്ഷ്യം കൂടി CPI സംസ്ഥാന സമ്മേളനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇത്തരം ചർച്ചകളിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും ഇന്ന് ഉദ്ഘാടന സെഷന് ശേഷം പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിംഗ് ആണ്. അത് MP ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അടുത്ത അതായത് 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം LDF സർക്കാർ അല്ലെങ്കിൽ ഒരു തുടർ സർക്കാർ എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയരേഖ, വികസന നയരേഖ കൂടി ഇന്ന് പുറത്തിറക്കുന്നുണ്ട്. ആ നയരേഖയിൽ വികസന നയരേഖയുമായി ബന്ധപ്പെട്ട് ഏകദേശം 4 മണിക്കൂർ നീളുന്ന ചർച്ചയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ഒരു മാറ്റം സംഘടനാ തലത്തിലും ഒപ്പം ഭരണതലത്തിലും വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ 35ാം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണെങ്കിൽ പോലും നേരത്തെ സമ്മേളനങ്ങളുടെ തുടക്കം കുറിച്ച ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതലാണ് അവിടെയൊക്കെ വലിയ തരത്തിൽ പല കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതെല്ലാം തന്നെ ജില്ലാ സമ്മേളനത്തോടുകൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെയും വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. പ്രത്യേകിച്ചും CPIM പോലുള്ള പാർട്ടിയിൽ ജനാധിപത്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയുടെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത് പാർട്ടിയുടെ ഇനി വരാൻ പോകുന്ന പ്രായപരിധി സംബന്ധിച്ച കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും മുതിർന്ന പല നേതാക്കളും പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട സമയമാണ്. ഏകദേശം 75 വയസ്സ് പിന്നിട്ടവരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറണം. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒഴിയേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുമോ എന്നുള്ള കാര്യം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ 75 വയസ്സ് പിന്നിട്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി എന്നുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു 2 ടൈം മത്സരിച്ച MLA-മാരെ ഒഴിവാക്കിക്കൊണ്ട് പുതുതലമുറയ്ക്ക് അവസരം നൽകുക എന്നുള്ളത്. ആ അവസരത്തിന്റെ ഭാഗമായിട്ട് പലർക്കും കഴിഞ്ഞ പ്രാവശ്യം തുടർ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്തവണ ഭരണം നിലനിർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി 2 ടൈം പൂർത്തിയായവർക്ക് 1 ടൈം കൂടി നൽകുമോ എന്നുള്ള കാര്യം കൂടി ഒരു പക്ഷേ സമ്മേളനത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. സമ്മേളനത്തിൽ ചർച്ച ചെയ്താൽ തന്നെയും അന്തിമ തീരുമാനമെടുക്കേണ്ടത് പുതുതായി വരുന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന കമ്മിറ്റിയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. എങ്കിൽ തന്നെയും ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെടാനാണ് സാധ്യത. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.